ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഒരു ബൗണ്ടി ഉണ്ട്. എന്നാൽ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ബൗണ്ടി കഴിക്കുന്നത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. അപ്പോഴുണ്ട് അച്ചിക്കുട്ടി അവിടെ വന്നിരിക്കുകയാണ്. അമ്മയും ഞാനും കൂടി ഇരുന്ന് കഥ പറയുന്നത് കേൾക്കാനാന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ കസിൻ വരുന്നു. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു അപ്പൂസിൻ്റെ അടുത്ത് പോവുകയാണെന്ന്. എന്നാൽ എന്നെയും കൂട്ടുമോയെന്ന് ചോദിച്ചു. എന്നാൽ വാ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കുഞ്ഞൻ. അങ്ങനെ ഞാനും അവനും കൂടി പോവാണ്. പോകുന്ന വഴിക്കുള്ള ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിട്ടില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അതൊന്നൊരു ബൈക്ക് റൈഡ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ത്രിമൂർത്തികളായിട്ടായി പിന്നെയുള്ള യാത്ര. കാരണം ഇവൻ മട്ടന്നൂർ പോവാണ്. അപ്പോൾ ഇവനെ ഡ്രോപ്പ് ചെയ്യണം. എന്നെ വഴിക്കിറങ്ങിയിട്ട് മെയിൻ റോഡിലേക്ക് കയറുന്നത് കൊണ്ട് എന്നെ അവിടെ വഴിക്കിറക്കി വിട്ടെ. എന്നിട്ട് അവർ തിരിച്ചു വരികയാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുമ്പോണ്ട് എൻ്റെ ഫ്രണ്ട് എന്നെ കോൾ ചെയ്യുന്നു. അവൾ ചോക്ലേറ്റ് എന്ന് കൊതിപ്പിക്കാനാണ് എന്നെ കോൾ ചെയ്തത്. അങ്ങനെ അവളോട് കഥയും പറഞ്ഞ് ഇങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമ്മളങ്ങോട്ട് പറയുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ശരിക്കും ഈ ഒരു വഴിയൊക്കെ നമ്മളങ്ങനെ എപ്പോഴും വരുന്നതല്ലല്ലോ, ഇടയ്ക്കൊക്കെയല്ലേ ഇതിലൂടെയൊക്കെ പോകാറുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തുമ്പോൾ ഉണ്ട് ഇളയമ്മ നമ്മുടെ ചുക്കടീനെ അനുസരണയോടെ നിർത്തുന്നതാണ് കാണുന്നത്. കാരണം നമ്മുടെ ചുക്കടി, ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇപ്പം മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇത് ചുക്കടീൻ്റെ കാലമാണ്. അവന് മാങ്ങക്ക് വേണ്ടിയിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്യും. ഇളയമ്മയാണെങ്കിൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കും. അതിങ്ങനെ ക്യാച്ച് പിടിച്ച് കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ ഇളയമ്മ ഇടയ്ക്ക് ഇരിക്കാനൊക്കെ പറയേ, കാരണം അനുസരണ ഉണ്ടോയെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാധനം കിട്ടേണ്ടതുകൊണ്ട് അവനിരിക്കും, കണ്ടോ. അപ്പോൾ ഇളയമ്മ കൊടുക്കും, അവനിരിക്കും. പിന്നെ ഇളയമ്മ കൊടുക്കും, അവനിരിക്കും. അങ്ങനെയായിരുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ. ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.